ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്ക് ഒന്ന് ബീച്ച് കണ്ടു വന്നാലോ? പിന്നുണ്ടല്ലോ, ഞാൻ ലിപ്പിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ലിപ്സ്റ്റിക്ക് ഇതൊരു അടിപൊളി ലിപ് ഷെയ്ഡാണ്. അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇൻസൈറ്റ് കോസ്മെറ്റിക്സിൻ്റെ ടോപ്പ് നോച്ച് എന്ന് പറയുന്നൊരു ഷെയ്ഡാണിത്. ഇത് 110 റുപ്പീസിന് എന്തോ കിട്ടും. ഭയങ്കര അഫോർഡബിളാണ്. നൈക്കയിലൊക്കെ അവൈലബിളാണ്. ഇതിൻ്റെ അപ്ലിക്കേറ്ററും അടിപൊളിയാണ്. ഇതുണ്ടല്ലോ, ഓവറായിട്ട് ലിപ്സ്റ്റിക് ഇട്ടൊരു ഫീല് തരില്ല. ഇട്ടാൽ ഒരു എന്താ പറയുക, ന്യൂഡ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. നല്ല അടിപൊളിയാണ്. എൻ്റെ കയ്യിൽ കാണുന്നില്ലേ, ഇതാണ് എക്സാക്റ്റ് ഷെയ്ഡ്. ഇന്ത്യൻ സ്കിൻ ടോൺ എന്തായാലും നല്ല സൂട്ടബിളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ലിപ് ഷെയ്ഡാണിത്. അങ്ങനെ ഞാൻ റെഡിയായി, ബേബിയും റെഡി ആയിട്ടുണ്ട്. നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രദറും ബുഷീനും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. ഭയങ്കര ക്രൗഡായിരുന്നു. നിങ്ങൾക്ക് തന്നെ വെഹിക്കിൾസും ആൾക്കാരെയും കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവാം. നല്ല ക്രൗഡാണ്. ബീച്ചിൽ നോർമലി ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഈ ഒരു ജമ്പ് ചെയ്ത് കളിക്കുന്ന ഈ ഒരു സംഭവമില്ലേ, ഇത് കണ്ടപ്പോൾ ഇരാഷിന് ഭയങ്കര ഇതിൽ കളിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമാണ്. പക്ഷേ ഇവൻ ഭയങ്കര ചെറുതായിപ്പോയി. ഇതിൽ കളിക്കണമെങ്കിൽ ഒരു മിനിമം 4 years എങ്കിലും ആവണ്ടേ, ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ നിന്ന് നമ്മൾ അവനെ മാറ്റിയപ്പോണ്ടല്ലോ വന്ന് ചെന്നത് ഈ ടോയ്സ് ഉള്ള അടുത്തേക്കാണ്. അവന് എത്ര ടോയ്സ് കൊടുത്താലും മതിയാവില്ല. എന്തോരം ടോയ്സ് ഉണ്ടെങ്കിലും ആദ്യം നമ്മളിത് മേടിക്കും. പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കയ്യിൽ തരും. ഇത് പിടിച്ച് പിടിച്ച് മനുഷ്യനൊരു മാതിരിയാവും. അതുകൊണ്ട് പോകുമ്പോൾ മേടിക്കാമെന്ന് വെക്കും. എവിടെ പോയാലും അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ബീച്ചൊക്കെ ആസ്വദിച്ച് കാണണം. ഫുള്ള് ക്രൗഡാണ്. കുറച്ച് ക്രൗഡ് കുറവാണെങ്കിലാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഫീലൊക്കെ കിട്ടുന്നത്. ഈ ക്യാമലുണ്ടല്ലോ, ക്യാമലിനെ എപ്പോൾ കണ്ടാലും എനിക്ക് എൻ്റെ ഒരു കസിനെയാണ് ഓർമ്മ വരുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ക്യാമലിൽ കയറിയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഈ വാട്ടർ മെലനൊക്കെ എടുത്ത് നമ്മൾ കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ ഒരു ഇൻസ്റ്റാ ഫ്രണ്ട് കിട്ടി. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ടെക്സ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. പുള്ളിക്കാരി നല്ല സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. സംസാരിച്ചപ്പോൾ നല്ല ഹാപ്പിയായി. ഇപ്പോൾ നമുക്ക് സൺസെറ്റ് ആവാനായിട്ടുണ്ട്. നമ്മൾ ബീച്ച് കുറേ നേരം നോക്കി നിന്ന് കുറച്ചധികം ഫോട്ടോസും എടുത്തിട്ടുണ്ടായിരുന്നു. ഈ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തീരമൊക്കെ വന്ന് സൈഡിലെത്തുന്നത് കാണാൻ എന്ത് അടിപൊളിയല്ലേ. എനിക്കെന്താ ഓർമ്മ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുനാളിൽ നമ്മളൊക്കെ ഇതിൽ വീടും പിന്നെ കുറേ കുഴിയൊക്കെ തോണ്ടി വയ്ക്കും. പിന്നെ പേരൊക്കെ എഴുതും. പിന്നെ വെള്ളം വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കും. വെള്ളം വന്നപ്പോണ്ടല്ലോ ഈ വീടൊക്കെ കൊണ്ടുപോകും. നമ്മൾ എഴുതിയതൊക്കെ മായ്ച്ച് കളയും. പിന്നെ വീണ്ടും വീണ്ടും നമ്മുടെ പേരും ഫ്രണ്ട്സിൻ്റെ പേരും നമ്മുടെ കൂടെ ഉള്ളവരുടെ പേരൊക്കെ എഴുതി വയ്ക്കും. അത് അടിപൊളി മെമ്മോറീസ് അല്ലേ. ഇപ്പോൾ നമ്മൾ എങ്ങ് വന്നാലും കുഴി തോണ്ടാനോ അല്ലെങ്കിൽ വീട് പണിയാനോ ഒന്നും നിൽക്കാറില്ല. കാലം പോയൊരു പോക്കേ. പിന്നെ ഇതിൽ ചെറിയ കുട്ടികളൊക്കെ കയറുക ഇറങ്ങുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോഴും അവൻ അതിൽ കയറാൻ ഭയങ്കര ആഗ്രഹമാണ്. കുറച്ച് വലുതായാൽ എന്തായാലും നമ്മൾ അതിൽ കയറ്റിയേനെ. ഇപ്പം ഉണ്ടല്ലോ, ഏതെങ്കിലും ചെറിയ കറങ്ങുന്ന സംഭവത്തിലിരുന്നാൽ എന്നെ ഭയങ്കര കരച്ചിലായിരിക്കും ആൾ. അവന് നല്ല പേടിയാണ്. അതുകൊണ്ട് നമ്മളതിലൊന്നും കയറ്റിയില്ല. പിന്നെ നേരെ പോയത് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാമെന്ന്. അങ്ങനെ ആദ്യം ഓർഡർ ചെയ്തത് ഈ ഒരു ചർമുരിയായിരുന്നു. ഈ ചർമുരി ഭയങ്കര എനിക്കിഷ്ടമാണ്. അങ്ങനെ ഇവൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഫേസ് എക്സ്പ്രഷനൊക്കെ ഇങ്ങനെ ഇരിക്കണേ. കുറച്ച് സ്പൈസി അല്ലേ. പിന്നെ ഇവന് സ്പൈസൊക്കെ ചെറുതായിട്ട് ഇഷ്ടമാണ്. പിന്നെ ഉണ്ടല്ലോ, ഇത്
എന്നെ കഴിക്കാൻ വിടാതെ എൻ്റെ അടുത്ത് പ്ലേറ്റ് വെക്ക് എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അത് നല്ല എരിവായിരുന്നു, കൊടുത്തില്ലായിരുന്നു. അത് കൊടുത്തപ്പോൾ ഭയങ്കര എരിവായി. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പുറത്ത് വന്നപ്പോൾ ഈ ഡോഗ് വാക്കിങ്ങിന് കൊണ്ടുവന്നായിരുന്നു. ഇവിടെ വീട്ടിലുണ്ടല്ലോ ഒരു പേർഷ്യൻ ക്യാറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. അതും ഇങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ ഔട്ട് സൈഡൊക്കെ ഈവനിങ് വാക്കിന് കൊണ്ടുപോകുമായിരുന്നു. ഞാനല്ല കേട്ടോ, ഞാൻ തൊടാറില്ല, എനിക്ക് പേടിയുണ്ട്. പിന്നെ ഈ ഷുഗർ കെയിൻ കണ്ടപ്പോൾ തന്നെ പറയണ്ടല്ലോ. പിന്നെ ഈ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ മാങ്ങ, പൈനാപ്പിൾ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റാണ്. ഇത് കൂടുതൽ ആൾക്കാർക്കും നല്ല ഇഷ്ടമല്ലേ. പിന്നെ ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ ഇതുണ്ടല്ലോ 20 റുപ്പീസ് 30 റുപ്പീസിന് സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ്. ഇവർ പറയുന്നുണ്ടായിരുന്നു ഇതിലേക്ക് 20 റുപ്പീസാണ് 30 റുപ്പീസാണെന്ന്. ചെറിയ വീടാവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ആയിരുന്നു. കാർ വെച്ച പാർക്കിങ്ങിൽ വന്നപ്പോഴാണ് മനസ്സിലായ നൈറ്റായിട്ടുണ്ടെന്ന്. ബീച്ചിൻ്റെ അടുത്ത് നമുക്കത് മനസ്സിലായതേ ഇല്ല. നല്ല തിരക്കുമല്ലേ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് വരാണ്. എന്നെ ഇവരുണ്ടല്ലോ ഹസ്ബൻഡ് വീട്ടിൽ തന്നെ ഡ്രോപ്പാക്കും. അവർ പിന്നെ വീട്ടിലേക്ക് തന്നെ പൊക്കോളും. അങ്ങനെ വരുന്ന വഴിക്ക് തന്നെ എന്താ ഡിന്നറിനുണ്ടാക്കാമെന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടൊരു വീറ്റ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇതിന് അരയ്ക്കണം, മാവ് പൊളിക്കണം, അങ്ങനെയൊന്നുമില്ല. പെട്ടെന്നായി കിട്ടും. അതുകൊണ്ട് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാമല്ലോ. പിന്നെ ഈ ടിപ്പ് എല്ലാവർക്കും അറിയാമായിരിക്കും. നല്ല ദോശക്കെല്ലാം നല്ല ഈ പാന് ചൂടായിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒന്ന് കയ്യിലെടുത്ത് പിടിച്ച് ദോശ ചുറ്റിച്ച് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ ശരിക്കും ദോശ കറക്റ്റായി കിട്ടിക്കോളും. ഇല്ലെങ്കിൽ ആ മാവ് അതിൽ ഒട്ടിക്കോളൂല്ലേ, ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം. ചിലവർ വെള്ളം തെളിക്കാറുമുണ്ട്. ഈ തട്ടിക്കൂട്ട് ദോശ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇതിൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കേണ്ട. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ദോശക്കും. എന്തായാലും നിങ്ങൾക്കും ട്രൈ ചെയ്യാം, നല്ല ടേസ്റ്റാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കുകയാണ്. ദോശയും എഗ് കറിയുമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാ പുതിയ വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോയിൽ വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.